ഹായ് ഓൾ. 24/5/2025 നടന്ന ഡിഗ്രി പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കഷനാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ 1, 3, 4. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, വിയറ്റ്നാം യുദ്ധം, നാറ്റോയുടെ രൂപീകരണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ: മുഗൾ വാസ്തുവിദ്യയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി തന്നിരിക്കുന്നവയിൽ ഒന്നും ശരിയല്ല. താഴെ പറയുന്നവയിൽ ഏതാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന്റെ ഭാഗമല്ലാത്തത്? ഓപ്ഷൻ സി 4 മാത്രം. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ ഡൊമിനിയനിൽ ചേരണമെന്ന് ഈ നിയമം നിർബന്ധിച്ചു. താഴെ പറയുന്നവരിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവരെല്ലാം. ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മന്നത്തു പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി വി കുഞ്ഞിരാമൻ. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 1, 3 മാത്രം. കേരള ചരിത്രത്തെക്കുറിച്ചുള്ള സ്രോതസ്സുകളെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 2, 4. നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ 1, 2. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം? മുകളിൽ പറഞ്ഞവയെല്ലാം. കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ ബി സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. താഴെ പറയുന്നതിൽ ഏതാണ് 1857 കലാപത്തിന്റെ ഫലമായി ഉണ്ടായത്? 1, 2, 3. ഓപ്ഷൻ സി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്? ഓപ്ഷൻ എ. ഭൂമിശാസ്ത്രപരമായ സമയപരിധിക്കുള്ളിൽ ഒരു ഭൂപ്രദേശത്തെ രൂപപ്പെടുത്തുന്നതിൽ കാലാവസ്ഥയും ഭൂരൂപീകരണ പ്രക്രിയകളും തമ്മിലുള്ള പരസ്പര ബന്ധം ഏറ്റവും നന്നായി വ്യക്തമാക്കുന്ന സാഹചര്യം? ഓപ്ഷൻ ബി. ഭാരതത്തിന്റെ ഭൂമിശാസ്ത്രാത്മക സവിശേഷതകൾ മൺസൂൺ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിക്കുന്ന പ്രസ്താവന? ഓപ്ഷൻ ബി ആണ് ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിക്കുന്ന പ്രസ്താവന. 14. ഭാരതീയ മൺസൂണിന്റെ തീവ്രതയും വ്യത്യാസവും എന്താണ് നിർണ്ണയിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ഉചിതമായ വിശദീകരണം? ഓപ്ഷൻ ബി. ഭാരതീയ മൺസൂണിന്റെ തീവ്രതയും വ്യത്യാസവും എന്താണ് നിർണ്ണയിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ഉചിതമായ വിശദീകരണം? ഓപ്ഷൻ ബി. അന്തർ ട്രോപ്പിക്കൽ കോൺവേർജൻസ് സോൺ എന്നതിൻ്റെ സ്ഥാനമാറ്റം, ജെറ്റ് സ്ട്രീം, ഭൗമശാസ്ത്ര പ്രതിഘാതങ്ങൾ, എൻസോ സംഭവങ്ങൾ എന്നിവയുടെ സംയുക്ത സ്വാധീനമാണ് ഭാരതീയ മൺസൂൺ രൂപപ്പെടുത്തുന്നത്. അടുത്തത് 15. പാലക്കാട് ചുരത്തിന്റെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യപ്രവർത്തനങ്ങളിലുമുള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി. ഇത് കാലാവസ്ഥാ ഗേറ്റ്വേയുമായി പ്രവർത്തിക്കുന്നു. ഈർപ്പമുള്ള കാറ്റുകൾ മഴ വിതരണത്തെ സ്വാധീനിക്കാനും അതോടൊപ്പം സാമ്പത്തികവും ചരിത്രപരവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി. ഘടകമൂല്യത്തിൽ അറ്റ ദേശീയ ഉൽപ്പന്നം, NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്.
ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹഠാവോ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടത്? 5-ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഓപ്ഷൻ ഡി. നീതി ആയോഗിന്റെ ഘടനയെക്കുറിച്ചുള്ള സത്യമായ പ്രസ്താവന ഏതൊക്കെയാണ്? 1ഉം 3ഉം ആണ്. ഓപ്ഷൻ ബി. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നീതി ആയോഗിന്റെ ചെയർമാനാണ്. നീതി ആയോഗിന്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു. നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി. 2 മാത്രം. നികുതി വരുമാനം സർക്കാർ നിർബന്ധിതമായി ഈടാക്കുന്ന നികുതികളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. അതേസമയം നികുതിയേതര വരുമാനം സർക്കാർ സേവനങ്ങൾ, ഫീസ്, നിക്ഷേപങ്ങൾ എന്നിവ വഴി ലഭിക്കുന്നതാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ. വരുമാന കമ്മിയും ധനക്കമ്മിയും തമ്മിലുള്ള വ്യത്യാസം ശരിയായി വ്യക്തമാക്കുന്ന പ്രസ്താവന. ശരിയായി വ്യക്തമാക്കുന്നത് ഓപ്ഷൻ എ ആണ്. റവന്യൂ കമ്മി ഉണ്ടാകുന്നത് റവന്യൂ വരുമാനം റവന്യൂ ചിലവിനേക്കാൾ കുറവാകുമ്പോഴാണ്. അതേസമയം ധനക്കമ്മി പ്രതിനിധീകരിക്കുന്നത് കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്ന് അധികമായി വരുന്ന ആകെ ചിലവാണ്. എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു സംരംഭമാണ് നാഷണൽ ഇ-ഗവേണൻസ് പ്ലാൻ. താഴെ പറയുന്ന ഏതു വകുപ്പുകളാണ് നാഷണൽ ഇ-ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്? 1ഉം 2ഉം. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി, ഭരണപരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പ്. ഓപ്ഷൻ ബി. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. അഴിമതിയും മനുഷ്യാവകാശ ലംഘനങ്ങളും. ഓപ്ഷൻ ബി. 2 and 3. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയുള്ളത്? 1985 ഭരണഘടനയിൽ ചേർത്തു. 52ാം ഭേദഗതി നിയമം 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്ഷൻ ഡി. ഓൾ ഓഫ് ദി എബവ്. വകുപ്പുവൽക്കരണത്തിന്റെ 4 അടിസ്ഥാനങ്ങൾ 4 Ps എന്നറിയപ്പെടുന്നു. അവ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് 1ഉം 3ഉം 4ഉം. ഉദ്ദേശ്യം, പ്രക്രിയ, വ്യക്തികളും സ്ഥലവും. 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എ ആണ്. ഓൺലി വൺ. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ. 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം 4ഉം. നാഗാലാൻഡ്, മിസോറാം, മേഘാലയ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത്. ഓപ്ഷൻ സി. നവംബർ 26, 1949, ജനുവരി 26, 1950. ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ്. ഓപ്ഷൻ ബി. ആർട്ടിക്കിൾ 356. ഇന്ത്യൻ ഭരണഘടനയിലെ മിനി റിവിഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി. ഓപ്ഷൻ സി. 42ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ. കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണിത്? ഓപ്ഷൻ എ. ദുരവസ്ഥ. ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമ്മനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? ഓപ്ഷൻ സി. പടയണി. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ ഡി. അയ്യ വൈകുണ്ഠ സ്വാമികൾ.
മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് ശ്രീ PJ ആൻ്റണിയാണ്. സിനിമ ഏത്? ഓപ്ഷൻ സി നിർമാല്യം. അംബ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ ഏത്? ഓപ്ഷൻ എ സമുദ്രശില. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? കൊടുങ്ങല്ലൂർ. ഓപ്ഷൻ ബി. ഭയകൗടില്യ ലോപങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം? ഓപ്ഷൻ ഡി സ്വദേശാഭിമാനി. ഒളിമ്പിക്സ് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം? ഓപ്ഷൻ എ 1920. ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി വോളിബോൾ. ബംഗ്ലാദേശിൻ്റെ ദേശീയ കളി ഏത്? ഓപ്ഷൻ ഡി കബഡി. താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏതാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറയുന്നവ ഒന്നും അല്ല. ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഓപ്ഷൻ എ. താഴെ പറയുന്നവയിൽ ഏത് പ്ലാറ്റ്ഫോമാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി 1, 2, 3 മാത്രം. ഓൺലൈൻ ഹരാസ്മെൻറ്റ് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? സൈബർ ബുള്ളിയിങ്. ലാൻ, വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് 1ഉം 2ഉം. ഓപ്ഷൻ എ. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1ഉം 3ഉം 5ഉം എന്നിവ ശരിയാണ്. 47ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ന്യൂട്ടോണിയൽ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം ആൻഡ് പിണ്ഡകേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരം. 48. ആഗോളതാപന സാധ്യത സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1, 4, 5 എന്നിവ ശരിയാണ്. IUPAC രസതന്ത്രത്തിലെ മികച്ച 10 സാങ്കേതിക വിദ്യകൾ 2024 പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കി ശരിയായ ഗ്രൂപ്പിംഗുകൾ തിരിച്ചറിയുക. ഓപ്ഷൻ എ. 2016 ആധുനിക ആവർത്തന പട്ടികയിൽ 4 പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടു. അങ്ങനെ ആവർത്തന പട്ടികയിലെ 7ാമത്തെ പീരീഡ് പൂർത്തിയായി. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ നിന്ന് പുതുതായി ചേർത്ത മൂലകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒറ്റ മൂലകം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ലിവർമോറിയം. മാത്സ് ആണ്. ഇപ്പോൾ ഹെലന് 41 വയസ്സും മകൾക്ക് 9 വയസ്സുമാണ്. എത്ര വർഷം കഴിഞ്ഞ് ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായം ഉണ്ടാകും? ഓപ്ഷൻ സി 7. ഒരു ഗണിത പരീക്ഷയിൽ വിജയശതമാനം 87.5% ആയിരുന്നു. ആകെ 7 വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടാൽ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും? ഓപ്ഷൻ ബി 56. 5 പുരുഷന്മാരോ 12 സ്ത്രീകളോ അടങ്ങുന്ന ഒരു സംഘത്തിന് ഒരു പ്രത്യേക ജോലി 78 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ 5 പുരുഷന്മാരും 12 സ്ത്രീകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും? ഓപ്ഷൻ ബി 39. 54. ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ്റെ 5ാമത്തെ പദവും 8ാമത്തെ പദവും യഥാക്രമം 27ഉം 729ഉം ആണ്. അതിൻ്റെ 11ാമത്തെ പദം ഏതാണ്? ഓപ്ഷൻ എ 19683. 0.004 എത്ര മടങ്ങ് വലുതാണ് 0.18? ഓപ്ഷൻ ഡി 45. ഒരു വാട്ടർ ബോട്ടിലിന് 15 രൂപ വിലയുണ്ട്. അതിൽ കുപ്പിയുടെയും വെള്ളത്തിൻ്റെയും വില ഉൾപ്പെടുന്നു. വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണെങ്കിൽ
കുപ്പിയുടെ വില എത്രയാണ്? ഓപ്ഷൻ എ ₹1.50. ജോൺ സോണിക്ക് 5% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തേക്ക് 6 ലക്ഷം രൂപ കടം കൊടുത്തു. 3 വർഷത്തിനു ശേഷം ജോണിന് എത്ര തുക ലഭിക്കും? ഓപ്ഷൻ ബി 6,94,575. ഒരു വസ്തുവിൻ്റെ പകുതി ഭാഗം ഇരട്ടി വിലക്ക് വിൽക്കുമ്പോൾ ലാഭശതമാനം എത്രയാണ്? ഓപ്ഷൻ സി 300. വിരമിച്ച 9 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ശരാശരി പ്രായം 64 ഒരു അംഗം ഗ്രൂപ്പ് വിടുമ്പോൾ ശരാശരി പ്രായം 62 കുറയുന്നു എങ്കിൽ പോയ വ്യക്തിയുടെ പ്രായം എത്രയാണ്? ഓപ്ഷൻ ഡി 80. 5.25 മീറ്റർ നീളത്തിലും 5.10 മീറ്റർ വീതിയിലുമായി ചതുരാകൃതിയിലുള്ള ഒരു തറ പൂർണ്ണമായും മൂടാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ചതുര ടൈലുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 1190. ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ തുല്യ നിരകളിൽ നിർത്തുന്നു. ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ ഒരു വരി കുറവായിരിക്കും. ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ 2 വരികൾ കൂടി ഉണ്ടാകും. അപ്പോൾ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണം? ഓപ്ഷൻ ബി 36. 85 × 87 × 89 × 91 × 95 × 96നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണ്? ഓപ്ഷൻ എ 0. ABCDEF എന്നീ 2 അക്ക സംഖ്യകളിൽ ABCDEF എന്നിവ വ്യത്യസ്തമായ പൂജ്യമല്ലാത്ത അക്കങ്ങളാണ്. കൂടാതെ ABC + DEF = 1111 എങ്കിൽ A + B + C + D + E + Fൻ്റെ മൂല്യം എന്താണ്? ഓപ്ഷൻ ഡി 31. കൃത്യമായ ഒരു ക്ലോക്ക് രാവിലെ 8 മണി കാണിക്കുന്നു. ഉച്ച കഴിഞ്ഞ് 2 മണി കാണിക്കുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി കറങ്ങും? ഓപ്ഷൻ ഡി 180 ഡിഗ്രി. ഒരു ക്ലോക്കിൽ 5 മണി അടിക്കാൻ 8 സെക്കൻഡ് എടുക്കും. അതേ ക്ലോക്കിൽ 10 മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും? ഓപ്ഷൻ സി 18. ഒരു ക്യൂ തുടങ്ങുമ്പോൾ നിങ്ങൾ 2 അറ്റത്തു നിന്നും 9ാമത്തെ വ്യക്തിയാണ് എങ്കിൽ ആ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? ഓപ്ഷൻ സി 17. ആദ്യ 100 എണ്ണൽ സംഖ്യകൾ എഴുതിയാൽ 8 എത്ര തവണ ആവർത്തിക്കും? ഓപ്ഷൻ ഡി 20. ഇതിൽ കൂട്ടത്തിൽ കൂടാത്ത സംഖ്യ ഏത്? ഓപ്ഷൻ ബി 324. ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയും. 180 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ടാങ്കിൻ്റെ എത്ര ഭാഗമാണ് നിറഞ്ഞിരിക്കുന്നത്? ആൻസർ ബി 1/3. 70. ശ്രേണിയിലെ അടുത്ത സംഖ്യ കണ്ടെത്തുക. 1, 6, 13, 24, 41. 66. 71. ഡാഷ് സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെൻറ്റ്സ് ബൈ ആഫ്റ്റർനൂൺ. 6ൻ്റെയും ആമിൻ്റെയും. സോ ബോത്ത് 2 and 3. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ഫ്രം. 73. A few workers participated in the strike. Option B didn't they? 74. Where is the bus stand? Said the young man. Change into indirect speech. Option C. The young man wanted to know where the bus stand was. The singer performed a dash. 75. Option D. Melodiously at the concert for 2 hours. 76. I expressed my strong desire to learn dash kayaking and canoeing to know the differences. Option C. Both kayaking and canoeing. 77. There are no less than 50 packets of noodles in the carton. Correct the sentence. Option B.
There are no fewer than 50 packets of noodles in the carton. 78. Next year I dash guitar for 20 years. Will have been playing. 79. Are we not going to finish the lesson today? Change into passive voice. A. Is the lesson going to be finished by us today? 80. His teacher tried to correct him by giving valuable advices. Correct the sentence. Answer option C. His teacher tried to correct him by giving valuable advice. 81. Yesterday, Tim parked in a restricted area and the police dashed his truck. Choose the word that best completes the sentence. Answer option A. Impounded. 82. I was dashed when they rang up and informed that I had won a lottery. Choose the correct idiom. Option B. On cloud 9. 83. It was her first appearance in public as a performer in Bollywood movies. Give one word for the words in italics. 83. Option C. Debut. 84. The company celebrated the accomplishment of all their goals. Choose the antonym. Option A. Failure. 85. The weather is suitable for sowing seeds. Choose a similar word for the underlined word. B. Congenial. 86. Choose the word that is spelled correctly. Option B. Entrepreneur. 87. Respondent still was wait. 87. D. Answer please. 88. The thieves dashed the apartment while the family was on a vacation. A. Broke into. 89. Antennas dash able cockroaches to sense their surroundings. Option C. Enable. 90. The phenomenon of glowing seawater signifies changes in the marine environment. Identify the plural of the underlined word. Option B. Phenomena. താഴെ കൊടുത്തവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ മലയാള പരിഭാഷയായ പദരൂപം ഏത്? 98. മാനക ഭാഷ. പ്രേക്ഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം തിരഞ്ഞെടുക്കുക. പ്രേക്ഷക. താക്കോൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ ബി. താഴ് അധികം കോൽ. താഴെ കൊടുത്തവയിൽ ശരിയായ പദരൂപം ഏത്? ഓപ്ഷൻ ഡി. വിദ്യാർത്ഥി. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. താഴെ കൊടുത്തവയിൽ ബഹുവചന രൂപം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ. മാരാർ. പാർവതി ജാനി എന്ന പദം ഘടകപദങ്ങളായി വേർതിരിക്കുന്നതെങ്ങനെ? പാർവതി ജായയായിട്ടുള്ളവൻ. സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം തിരഞ്ഞെടുക്കുക. അന്യരുടെ അധ്വാനത്തിൻ്റെ ഫലം തട്ടിയെടുത്തു ജീവിക്കുക. പ്ര അധികം മാനം എന്നീ ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം ഏത്? ഓപ്ഷൻ ഡി. പ്രമാണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. തുടക്കം തന്നെ ഒടുക്കവും ആയിത്തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ല് ഏത്? ഓപ്ഷൻ സി. കന്നിപ്പറിക്കലും കടലാട്ടവും ഒരുമിച്ച്.